ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ പരിപാടികളെ കുറിച്ച് കേൾക്കുമ്പം എല്ലാ വർഷവും ഞാൻ പുച്ഛിക്കുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ പുച്ഛിക്കേണ്ട കാര്യമില്ല. കാരണം വളരെ നല്ലൊരു തീരുമാനമാണ് എടുത്തതെന്നാണ് തോന്നുന്നത്. ജൂലൈ ആദ്യ വാരത്തോടു കൂടി തായ്ലൻഡിലേക്ക് പുറപ്പെടാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം വളരെ നല്ലതാണ്. അതിന് മുമ്പേ സൈനിങ്ങുകളൊക്കെ കംപ്ലീറ്റഡ് ആക്കുമെന്നാണ് കേൾക്കുന്നത്. നടക്കോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം. ഇനിയിപ്പം തായ്ലൻഡിലേക്ക് ജൂലൈ മാസം ആദ്യം പോകുമ്പോഴുള്ള പോസിറ്റീവ് ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മുടെ ലേറ്റ് മൺസൂണിന്റെ ഭാഗമായിട്ട് കേരളത്തിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് അവിടെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കാലാവസ്ഥാപരമായിട്ടുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ ഉപകരിക്കും. അതിനോടൊപ്പം തന്നെ വെറുതെ കുറച്ച് ഫ്രണ്ട്ലി മാച്ചസ് കളിക്കാൻ വേണ്ടിയിട്ടല്ല ബ്ലാസ്റ്റേഴ്സ് പോകുന്നതെന്നാണ് അറിയുന്നത്. ചില ക്ലബ്ബുകളുമായിട്ട്, അവിടുത്തെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബുകളുമായിട്ട് സൗഹൃദ മത്സരം കളിക്കുന്നതിനോടൊപ്പം തന്നെ വിവിധ ഏജ് കാറ്റഗറികളിലുള്ള ടീമുകളുമായിട്ട് മത്സരങ്ങൾ കോമ്പറ്റീഷൻ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനും കേരള ബ്ലാസ്റ്റേഴ്സ് പോസിബിലിറ്റീസ് തായ്ലൻഡിൽ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം വെറുതെ പേരിന് കുറച്ച് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്നതിനപ്പുറത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് അത്യാവശ്യം ഹൈ ഇന്റൻസിറ്റി മാച്ച് എക്സ്പ്ലോഷർ നൽകാനാണ് തീരുമാനം എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. സന്തോഷം എന്നതിനെക്കാട്ടി പ്രതീക്ഷയാണ്. പണ്ടൊക്കെ നമുക്ക് ഹൈപ്പായിരുന്നുള്ളത്, ഇപ്പം കുറച്ച് ഹോപ്പാണുള്ളത്. നോ ഹൈപ്പ് ഹോപ്പ് എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ്. അപ്പം ഈ ഒരു ഹോപ്പെങ്കിലും യാഥാർത്ഥ്യമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ വേറെ ഒന്നും ഇല്ല. പിന്നെ ഈ ഒരു മിഖായൽ സ്റ്റഹറ പുതിയ കോച്ചിങ് സ്റ്റാഫിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് മറ്റുള്ളവരുടെ വീഡിയോസ് വഴി നിങ്ങൾ അറിഞ്ഞാണ്. പിന്നെ ലേറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ആ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ലൈവായിട്ട് ചെയ്യാൻ നോക്കാം.